ഇന്നലെ ശിവൻകുട്ടി വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് SSLCയുടെ വിജയമാണ്. 99.5%. അതിൽ അറിയാമല്ലോ, വലിയ രീതിയിൽ തന്നെ എല്ലാവർക്കും A+ ഉണ്ട്. സാക്ഷരത കേരളം മുന്നേറുകയാണോ? ഇതിനകത്ത് 99.5% വിജയമാണല്ലേ, 0.5% തോൽവി. അപ്പോൾ SSLC പരീക്ഷയിൽ തോറ്റവരെ കുറച്ച് നല്ല അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തോറ്റവരധ്വാനിച്ചു, ജയിച്ചവരൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പരീക്ഷാ ഹാളിൻ്റെ അടുക്ക കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ വിജയിക്കുകയും A+ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു കമൻറ്റ് പറയുകയുണ്ടായി, A+ കിട്ടുന്നവർക്കൊന്നും യാതൊരു തരത്തിലുള്ള നിലവാരവും ഇല്ല എന്ന്. അത് അവിടെ ഏതോ ഒരു അധ്യാപക ക്യാമ്പോ മറ്റെന്തോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവിടുന്ന് പുറത്തു വന്ന കാര്യമാണിത്. അത് മന്ത്രിതലത്തിലൊക്കെ വലിയ ചർച്ചയാകുകയും ചെയ്തു. കാരണം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറാണ്, A+ കിട്ടിയവർക്കൊന്നും തന്നെ മികച്ച ഒരു ക്വാളിറ്റിയും ഇല്ലെന്ന്. ശരിയാണ്, ചുമ്മാ നോക്കി നിൽക്കുന്നവർക്കും ഒക്കെ മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് SSLC റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഘോഷമാണ്. പത്രങ്ങളിലൊക്കെ നിറയെ അതായിരിക്കും. അന്ന് റാങ്ക് ഉണ്ടായിരുന്നു, റാങ്കിന് വേണ്ടിയുള്ള ഒരു വലിയ മത്സരമാണ്. അത് പിന്നീട് നിർത്തി. കാരണം കുട്ടികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു, കുട്ടികളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനൊക്കെ തുല്യമാണ്. ശരിയാണത്, അത്തരത്തിലുള്ള റാങ്കിങ് സംവിധാനമൊന്നും വേണ്ട. ഈ ദിവ്യ SIR SSLC 2ാം റാങ്കോ 3ാം റാങ്കുകാരിയാണ്. അവരുടെ ആ ഒരു കാലത്താണത് ഏറ്റവും അവസാനത്തെ. പിന്നീട് അത് റാങ്ക് നിർത്തിയിട്ട് ഗ്രേഡിംഗ് സമ്പ്രദായത്തിലേക്ക് വന്നു. ഗ്രേഡിംഗ് സമ്പ്രദായം നല്ലതാണ്, അതാണ് വേണ്ടത്. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി E.T. മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിന് അത് ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് തന്നെ ഒരു A+ കൊടുക്കണം അക്കാര്യത്തിൽ. പക്ഷേ ഈ ഗ്രേഡിങ് എന്ന് പറയുന്നത് അതിന് വേണ്ട തരത്തിൽ ഇത് കൊണ്ടുപോയില്ലെന്നുള്ളതാണ്. പിന്നീട് 2006 VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭ, അതിൽ MA ബേബിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. വാങ്ങരി കോരി അങ്ങ് മാർക്കിട്ടങ്ങ് കൊടുത്തന്നേ. എന്തെഴുതിയാലും മാർക്ക് കൊടുത്തോളാൻ പറഞ്ഞിരിക്കുക. കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട്. പരീക്ഷാ ഹാളിൻ്റെ അവിടെ വന്ന് ഇരുന്നാലും മതി, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. 6 കുട്ടിക്ക് അറിയത്തില്ല, 6 ഇട്ടു. ഈ വിജയം സർക്കാരിൻ്റെ ഒരു വിജയമായി മാറി. എന്ത് സർക്കാരിൻ്റെ എന്തോന്ന് വിജയം ഇത്? ഇവർ ശരിയാണ്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഈ സ്കൂളുകളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി. സ്കൂളുകൾ മെച്ചപ്പെടുത്തിയതിനകത്തൊക്കെ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞില്ലേ, ഹൈവേയിലൂടെയും MC റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇറങ്ങി നിർത്തി അവിടെ ചെന്ന് ചോദിക്കാറുണ്ട്, ഇവിടെ റൂമുണ്ടോ എന്ന്. എന്ന് വെച്ചാൽ ഈ സ്കൂളുകൾ കണ്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നിപ്പോകുന്നത്. അത്ര വലിയ തമാശ പറഞ്ഞ ആളാണ് ശിവൻകുട്ടി. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഒന്ന് മികച്ചതാക്കാൻ വേണ്ടിയുള്ള ഒരു യജ്ഞം നടത്തി. അതുപോലെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ഇടാനൊരു അവസരം വന്നതാണ്, പക്ഷെ അത് ഇട്ടില്ല. കാരണം ഈ ജമ്മു കാശ്മീർ ആക്രമണം നടത്തിയ ആ ഭീകരവാദി പഠിച്ചിരിക്കുന്ന കേരളത്തിലാണ്. അതെ. അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം, ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് വേണ്ടി ഒരു പോസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഇവരുടെ പാർട്ടിയിലെ കുറേ ആൾക്കാർക്കൊക്കെ ഓരോന്നൊക്കെ കൊടുക്കണമല്ലോ, അതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ യജ്ഞമെന്നും പറഞ്ഞ്. ഇടയ്ക്ക് നമുക്കറിയാം, ഈ കേരളത്തിലെ സ്കൂളുകളൊക്കെ, സർക്കാർ സ്കൂളുകളൊക്കെ ഒരുതരം വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. 2016 അത് പിണറായി വിജയൻ കാലത്ത് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി, കുറച്ചധികം വിജയിക്കുകയും ചെയ്തു. ഉള്ളതുപോലെ പറയണമല്ലോ. പക്ഷേ ഈ പഠന നിലവാരത്തിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതായി എന്നുള്ളതാണ്. നല്ല അധ്യാപകരുണ്ട്, കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഇതാണ് ചെയ്യുന്നത്, കുട്ടികളെ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. മലയാളം ഇപ്പം ഇറങ്ങുന്ന കുട്ടികൾക്ക് അക്ഷരം അറിയത്തില്ല, അക്ഷരമാല പോലും അറിയത്തില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, MA ബേബിയുടെ കാലത്താണ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അവിടെ 5 മാർക്കുള്ളതാണെങ്കിൽ കുട്ടിക്ക് അവിടെ 1.5 മാർക്ക് കൊടുക്കണം. കുട്ടി എഴുതാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ശകുന്തള എന്നുള്ളതിനകത്ത് ഷളാന്ന് എഴുതിയാലും മതി, കുന്ത പോയാലും കുഴപ്പമില്ല, അവിടെ മാർക്ക് കൊടുത്തോണമെന്ന് MA ബേബിയാണ് പറഞ്ഞത്. അങ്ങനെ അത് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങളുമാണത്. അങ്ങനെ വാരിക്കോരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം പേര് പോലും, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പോലും
തെറ്റില്ലാതെ എഴുതാൻ അറിയുന്ന കുട്ടികളില്ല എന്നുള്ളതാണ്. ഇത് മലയാളത്തിൻ്റെ മാത്രമല്ല, ഇംഗ്ലീഷ് ആയാലും ഈ സയൻസും പിന്നെ മറ്റ് ശാസ്ത്ര വിഷയങ്ങളും ഒക്കെ പഠിക്കാതെ എന്ത് ഉപരിപഠനത്തിനാണ് പോകുന്നത് ഇവരൊക്കെ? അപ്പം കുട്ടികളെ നശിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ SSLC ഫലപ്രഖ്യാപനം നടത്തുന്നത് പക്ഷേ ഈ കാലത്ത് അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടല്ലോ. കാരണം MN കാരശ്ശേരിയുടെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വന്നതിന് പിന്നാലെ നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഈ പിന്നോക്ക അവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവരൊക്കെ എന്തിനാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നത്? SSLC ഫലം പ്രഖ്യാപിക്കാനിരിക്കുന്നു, മന്ത്രി പ്രഖ്യാപിക്കുന്നു. എന്തൊന്ന് മന്ത്രി പ്രഖ്യാപിക്കാൻ എന്തോ ഇത്? ആരും പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. സർവകലാശാലയുടെ റിസൾട്ട് ആര്? ചാൻസലറായ ഗവർണറാണോ പ്രഖ്യാപിക്കുന്നത്? അതോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണോ പ്രഖ്യാപിക്കുന്നത്? സർവകലാശാലയിൽ ഇങ്ങനെ റിസൾട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 10ാം ക്ലാസ്സിൻ്റെ യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് ഇത് മാറ്റണം, 12ലേക്ക് മാറ്റണം. ഇതിൻ്റെ ഒരു സ്കൂൾ ലെവൽ തലത്തിലുള്ള ഫൈനൽ പരീക്ഷ അവിടെ വച്ചായിരിക്കണമെന്നുള്ളതാണ്. ഇപ്പം കേരള സിലബസിനകത്ത് ഏതാണ്ട് 4-4.5 ലക്ഷം പേരോളം പരീക്ഷ എഴുതുന്നുണ്ട്. അതൊക്കെ സമ്മതിച്ചു. നമുക്ക് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് വളരെ പണ്ട് മുതലേ വളരെ പേര് കേട്ടതും ഒക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് നശിപ്പിച്ച ചില ഘടകങ്ങളാണ്. ഇപ്പം ഈ 0.5% ഇപ്പം എഴുതി പാസ്സാകും. സേവ് എക്സാം ഉണ്ട്, അതിലെഴുതി പാസ്സാകും. അപ്പോൾ പിന്നെ 100%. ഈ 99 കൊടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ വർഷത്തേനേക്കാളും വിജയശതമാനം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഏതാണ്ടൊരു 1970-80 കാലങ്ങളിലെ റിസൾട്ട് എത്രയാണെന്നൊക്കെ അറിയാമോ? 57%, 55%, 60% ഇത്രയൊക്കെയാണ് വരുന്നത്. അന്ന് എല്ലാവർക്കും വിജയിക്കുക എന്നതാണല്ലേ ലക്ഷ്യം. അന്ന് പത്രങ്ങളിലൊക്കെ വരും, റിസൾട്ട് വരും നമ്പറൊക്കെ ആയിട്ട്. അന്ന് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ റാങ്കുകാരുടെ ഒരു മത്സരമാണ്. തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചോദ്യപേപ്പർ ചോർച്ചയും ചോദ്യപേപ്പർ വിവാദവും ഒക്കെ ഉണ്ടായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മുഴുവൻ SSLCയുടെ ഒരു വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് SSLC ബുക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. ഇനി അത് മാറ്റണം, 12ാം ക്ലാസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എല്ലാവർക്കും സീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കോ, കുറേ കാലം ഇതിൻ്റെ പേരിലാണ് സമരം. സീറ്റ് എവിടെ അവർക്ക് ആഗ്രഹിക്കുന്ന, ഇതിപ്പോൾ ഏതാഗ്രഹിക്കുന്ന എത്ര ശതമാനം എല്ലാവർക്കും A+ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര മാർക്കിന് മുകളിലോട്ട് വരുമ്പോഴാണ് A+, A ഒക്കെ വരുന്നത്. അപ്പം ഇതിൻ്റെ ക്രൈറ്റീരിയ മുഴുവൻ തെറ്റായിട്ടാണ് വരുന്നത്. A+ നേടിയിരിക്കുന്ന 60,000-ലധികം വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടിക്കാണ് ഇപ്പോൾ A+ കൊടുക്കേണ്ടത്. ഇത് റിസൾട്ട് എല്ലാം വായിച്ച് വീണ്ടും തെറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള തമാശകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പരിപാടി സർക്കാർ വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. ഇതിന് ഇത്രയും കുളമാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ 2ാം മുണ്ടൻ എന്ന് പറയുന്ന MA ബേബിയുടെ തലയിൽ തന്നെ വെച്ച് കെട്ടേണ്ടിയിരിക്കുന്നു.